നമ്മളെങ്ങോട്ട് പോണെന്ന് സാർ ഇങ്ങോട്ട് പോണെന്ന് പറഞ്ഞു ചാലക്കുടി അല്ലെങ്കിൽ എറണാകുളം. അപ്പോൾ ഇന്നത്തെ യാത്ര ഞങ്ങൾ ചാലക്കുടിക്ക് പോകാനായിട്ട് രാവിലെ തന്നെ റെഡിയായിട്ട് ഇറങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ ഇലക്ട്രിക്കിൻ്റെ ബൈക്ക് കിട്ടിയതിന് ശേഷം ഞങ്ങൾ അത്ര ലോങ് അല്ലെങ്കിൽ പോലും ചാലക്കുടി ഞങ്ങളുടെ ഏരിയ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ലോങ്ങാണ്. അപ്പോൾ അങ്ങനെ ചാലക്കുടി ഒന്ന് പോകാം, എങ്ങനെയുണ്ട് ഇതിൻ്റെ എത്ര കിലോമീറ്റർ പോകാൻ പറ്റും, നമുക്ക് പറഞ്ഞ പോലെയൊക്കെ തന്നെയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത്. അപ്പോൾ ഒരു 100% വെച്ചിട്ട് ഫുൾ ചാർജിങ്ങായിട്ടാണ് നമ്മൾ പോയത്. പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഒരു 60 നമ്മൾ പുരട്ടി ഒക്കെ കഴിഞ്ഞ് കുറച്ചെത്തിയപ്പോഴേക്കും അത്യാവശ്യം നമ്മുടെ ചാർജ് കുറഞ്ഞതുപോലെയാണ് ഫീൽ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊരു പോകുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. പക്ഷേ ചാർജിങ് സ്റ്റേഷൻ ഈ പോകുന്ന വഴിയിലൊന്നും ഇല്ലാത്തതുകൊണ്ടും റിസ്ക് എടുക്കണ്ട എന്നുള്ളത് കൊണ്ടും നമ്മൾക്ക് അവിടെ വരെ എത്തിപ്പെടാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. നമുക്ക് ലോങ് പോവുകയാണെങ്കിൽ ചാർജിങ് സ്റ്റേഷൻ കൂടുതൽ അവൈലബിൾ ആണ്, ഓൺ ദ റൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു പ്രോബ്ലം ഇല്ല, നമുക്ക് ചാർജ് ചെയ്തിട്ട് പോകാം. പക്ഷേ ചാർജിങ് സ്റ്റേഷൻ ഇല്ലാതെ നമുക്ക് റിസ്ക് എടുത്ത് പോയി തിരിച്ചു പോരാമെന്ന് വെച്ചാൽ കുറച്ച് ടെൻഷനുള്ളതാണ്. ഒന്നാമത്തെ കുട്ടികളൊക്കെ പോകുമ്പോൾ നമുക്ക് അവരെയും കൊണ്ട് പോകുന്നത് ആയതുകൊണ്ട് അത്രയും റിസ്ക് എടുക്കാനായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് നമ്മൾ പാതി വഴിയിൽ നമ്മൾ ഉദ്ദേശിച്ച അതിരപ്പള്ളിയിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ അത് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നെ നമ്മൾ എവിടെ വരെ എത്തി അവിടെയുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, അവിടെ എൻജോയ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലായിരുന്നു നമ്മുടെ യാത്ര. ഇതൊക്കെ നല്ല വെള്ളത്തിനല്ലേ വേണ്ടട്ടാ, ആഴുണ്ടാവട്ടോ. ചക്ക വരണ്ട എടുത്തോ, ഇങ്ങോട്ട് വെക്കിയത്. ഇത് നീന്താൻ വേണ്ടി, പിന്നെ ഇത് ഉണ്ടാകുന്ന വാട്ട നോക്കി കാലുക്ക് ക്കുന്ന സമയത്താണ് കേട്ടോ അവിടെ ഒരു ഷട്ടർ, ഇതിൻ്റെ 2 ഷട്ടറുകൾ തുറന്ന് വിടാനായിട്ട് ഒരാൾ നിന്നിട്ടുണ്ടായിരുന്നു. ആ ചേട്ടനാണ് അവിടെ നിന്നിട്ട് ആ ഷട്ടർ തുറന്നു കഴിഞ്ഞപ്പോൾ ആ 2 സൈഡിലേക്കുള്ള വെള്ളത്തിൻ്റെ ഫോഴ്സ് ഭയങ്കര ശക്തമായിട്ട് നല്ല ഫോഴ്സിൽ പോകുന്നുണ്ടായിരുന്നു. ശരിക്കും നമുക്കൊരു വാട്ടർഫോൾസിൽ പോയി നിൽക്കുമ്പോഴത്തെ ഒരു ഫീലിംഗാണ് നമുക്ക് അവിടെ നിന്ന് തോന്നിയത്. നല്ല ഫോഴ്സിലാണ് വെള്ളം മുഴുവൻ 2 സൈഡിൽ കൂടെ പോകുന്നത് കാണാൻ. അല്ലല്ലേ
ഇവിടെ വീഡിയോ എടുക്കും ഞാൻ. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഞാൻ ഞാൻ പറിക്കാം. ഇത് പുല്ല് അടിയിൽ നോക്ക്. ഇവിടേക്ക് ഉണ്ട്. പക്ഷെ ഇത് അധികം പഴുത്തിട്ടില്ല. അത് നന്നായിട്ട് പഴുക്കണം. നല്ല മധുരം എന്നാ ഇതാണ് അങ്ങോട്ട് പോണ്ട. അതെ ഞാൻ പൊട്ടിച്ചേരട്ടെ, നീ എടുക്കോ? ഇഷ്ടം പോലെ ഉണ്ട്. രാജാക്കന്മാരുടെ പല്ലക്കുകളും മന്ത്രിമാരുടെ സ്റ്റേറ്റ് കാറുകളും ഒരേ വഴിയിലൂടെ സഞ്ചരിക്കുന്നു. അതങ്ങനെ ആരാണ് ഇപ്പൊ റോട്ടിൽ കൂടെ പല്ലക്കം കൊണ്ടുപോണ? ആ പണ്ട് കാലത്ത് പിന്നെ റോട്ടിൽ കൂടെ അല്ലേ പോകാൻ പറ്റുള്ളൂ അല്ലേ വണ്ടികൾക്കൊക്കെ. ആരാ എഴുതി വെച്ചേ? എൻ്റെ ഡ്രസ്സിനെ വന്നു ഇതിൻ്റെ കറ. ടൊമാട്ടാ നോക്കാൻ പറഞ്ഞിട്ട് വെള്ളം സ്ഥലം വിൽക്കാനും എത്തില്ല മോനെ, എത്തില്ല പൊന്നോ. ആ ശരി, മുകളിലേക്ക് എടുക്കും. അതിന്റെ വള്ളി വലിച്ചെടുത്തോ, നമുക്ക് കൊണ്ട് നടാം. മറ്റേ കായാണോ? അതിന്റെ വള്ളി ശബരിമലത്തെ കായാണോ? ഈ ഒരു സാധനമില്ലേ, പണ്ട് അമ്മയൊക്കെ പഠിക്കുന്ന സമയത്ത് കുട്ടികൾ ഇത് തിന്നും. ഇതിൻ്റെ ഉള്ളിലത്തെ സാധനം മധുരമുള്ളതാ. തിന്നണ്ട. അപ്പോൾ അങ്ങനെ പണ്ട് കഴിക്കുന്ന സാധനങ്ങളൊന്നും കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. ബാ കേറ്. ഇതിലെ എന്തോ നോക്കിയേ, ഒരു ചെടി കണ്ടോ? ഒരു ചെടി നോക്കിയേ, അതിൻ്റെ ഇതുണ്ടോ നോക്കിയേ. ഒന്ന് സാറ് നോക്കട്ടോ, അതിൻ്റെ ഒരു തണ്ട് കിട്ടുമോ നോക്കൂ. മോനവിടെ നിൽക്കട്ടോ. മതി. ആ
മതി വാ. ചെടി വെക്കാനുള്ളതാ വീട്ടില്. കളയല്ലേ, വരുമോ ഇങ്ങനത്തെ ഒക്കെ ചെടികളെ. അതിൻ്റെ ഉള്ളിൽ വല്ല പാമ്പുണ്ടാവട്ടെ, ഇറങ്ങിക്കൊഞ്ഞു. വാ മതി മതി, പൂവാ, വെയിലായി വാ. അതിൻ്റെ കൈ പിടിച്ചോ. ഇനിയിപ്പോൾ അവിടെ പോയിരുന്നോ? അല്ലേ ഇതാണ് ഒരു പ്രശ്നം. ഏതാ നമ്മുടേതായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അത് നമ്മളെ വെള്ളം ട്രീറ്റ് ചെയ്താൽ കൊടുക്കണേ. ബ്ലീച്ചിങ് പൗഡർ വെച്ചിട്ടേ, ബ്ലീച്ചിങ് പൗഡർ വെച്ചിട്ടേ ബ്ലീച്ച് ചെയ്താൽ കൊടുക്കണേ. നമ്മളെ വെള്ളം നീ കണ്ടോ? ഇങ്ങനത്തെ ഈ കറ വെള്ളം കണ്ടോ? ചേട്ടൻ്റെ പേരെന്താ? പേരെന്താണ്? ഋത്വിൻ. മതിയാ, മുകളിൽ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ അത് നിങ്ങളുടെ മറ്റേ ഇയാളുടെ ഒരു സ്കൂളില്ലേ, എന്തായാലും പറയാ, ഗ്രേസും അത് ഇവിടെയാണ്. എവിടെ നമ്മുടെ ഈ അഷ്ടമത്തിനടുത്ത് ഇവിടെ നമ്മുടെ കോച്ചിങ് ക്ലാസ് ഒക്കെ നടത്തുന്ന ഇതില്ലേ, എന്താ വലിയൊരു പാർട്ടിയാണ് അയാൾക്ക് സ്കൂളിലാണ്. എനിക്ക് വേറെ ഒരു പേര് PSC അല്ല, അവിടെ മറ്റേ ഗ്രീൻ പിന്നെ സ്കൂളുണ്ട് അവിടെ. അവർ സ്കൂൾ ഓടിയുണ്ട് അവിടെ. അപ്പോൾ ഈ കുണ്ടായി ഭാഗത്ത് ആ ഭാഗത്താണ് സ്കൂൾ. സൈനിക സ്കൂളാണോ? ഹെയർത്ത് കുളിച്ചില്ല. പോവാ. ശരി എന്നാ കാണാം. ഓക്കെ, താങ്ക് യു. വെള്ളത്തിൽ കഴിയാലോ? പോട്ടെ. ഓടശ്ശേരിമലയുടെ കീഴ്ഭാഗത്ത് ഓടശ്ശേരിമലയില്ലേ, ഓടശ്ശേരിമല അതൊക്കെ നടത്താം. പക്ഷെ അത് ഭയങ്കര കാശ്. പക്ഷെ കുറച്ച് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. നല്ല അവിടെ ഒരു റിസോർട്ടൊക്കെ അവിടെ ഓടശ്ശേരി മല. അവിടെ നിന്നല്ല മറ്റേ ഒരു വലിയ ലൈനൊക്കെ പോയിട്ടുണ്ട്. ഇലക്ട്രിക്കിന്റെ വലിയ ലൈനൊക്കെ പോയിട്ടില്ലേ? അത് ആ റൂട്ടിലേ പോയിക്കണേ. ആ റൂട്ടിലേ പോയിക്കണേ. സ്മോൾ സൺഫ്ലവർ. ബാഗിലേക്ക് പോലെ കേട്ടോ. ഈ ഷൂട്ടർ പിന്നെ മറ്റേ ചാടിപ്പോണ സോങ്ങില്ലേ?
ഇരിക്കാൻ മങ്കിയുടെ പോലെ ഇപ്പൊ മുഖം. ആ പഴടി വേണ്ട, വീട്ടിൽ പോകുമ്പോ ചോറ. കുഞ്ഞു സാധിച്ച അച്ഛൻ മേടിക്കാതെ വലിയ സാധിച്ച നിങ്ങൾക്ക് വിശക്കുന്നില്ലേ? ചാവടി ചെയ്യുമ്പോ വയറിയും. ആ നീ ജോലിക്ക് നിൽക്ക്, വെക്കേഷൻ അല്ലേ, ഇവിടെ നിൽക്ക്. അപ്പോൾ ഇഷ്ടംപോലെ തിന്നാം. സമോസ ചായ.